നമസ്കാരം. എസ്.എഫ്.ഐ കുട്ടികളുടെ, ഇനി എസ്.എഫ്.ഐ കുട്ടികളുടെ എന്ന് മാത്രമല്ല, ഇന്നത്തെ വിദ്യാർത്ഥികളുടെ, നവ വിദ്യാർത്ഥികളുടെ, അതല്ലെങ്കിൽ ന്യൂജൻസിന്റെ ഒക്കെ ആ ഒരു വിവരവും വിദ്യാഭ്യാസവും എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ പച്ചയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെയാണ് നമ്മൾ. നമ്മൾക്കറിയാം, ചിന്താ ജെറോം എന്ന് പറയുന്ന എന്തോ ഒരു വലിയ എസ്.എഫ്.ഐക്കാരിയുടെ വലിയ അതിലൂടെ വളർന്നു വന്ന ഇന്നത്തെ എന്തോ സംഭവം, അതുപോലെ ബിന്ദു എന്ന് പറയുന്ന നമ്മളെയൊക്കെ ഭരിക്കുന്ന ഒരു മന്ത്രി, ഇവരുടെയൊക്കെ വിവരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പല സമയങ്ങളിൽ കേരള സമൂഹം അറിഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അത്തരത്തിൽ ഒരു ഗുളു 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 എച്ച്.എഫ്.ഐ എന്ന് പറയുന്ന ഒരു മന്ദബുദ്ധി, അതല്ലെങ്കിൽ ഒരു ഊളക്കമ്മി, സ്വാമി ശരണം, മാലട്ടിട്ടതൊന്നും പറയാൻ പാടില്ല, എന്നിരുന്നാലും പറയാതിരിക്കാനും ആവില്ല, ഒരു ഊളക്കമ്മിയുടെ വിവരം തുളുമ്പുന്ന ഒരു വീഡിയോ, ആ വീഡിയോ ഇവിടെ പച്ചയ്ക്ക് കാണിക്കാൻ പറ്റില്ല, പക്ഷെ അതിന്റെ പിക്ചറൈസർ ചെയ്ത ആ രൂപത്തിലുള്ള നിങ്ങളെ കാണിക്കാൻ പറ്റും. അതൊന്ന് കാണേണ്ടത് തന്നെയാണ്. അതിന്റെ ഓഡിയോ ആണ് ഞാൻ നിങ്ങളെ ഇവിടെ കേൾപ്പിക്കുന്നത്. അത് തന്നെ ഗംഭീരമാണ് കേട്ട് കഴിഞ്ഞാൽ. ഇനി ഇതിന്റെ പൂർണ്ണ രൂപം കാണേണ്ടവർക്ക് എന്റെ പ്രൊഫൈലിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ഇടുന്നുണ്ട്. ഈ ചങ്ങാതിയുടെ വീഡിയോ ഇട്ട എന്റെ FB പ്രൊഫൈലിൽ ഞാനിത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഇതിന്റെ ഫസ്റ്റ് കമന്റായി പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിന്റെ വീഡിയോ ഫോർമാറ്റ് ഗംഭീരമായിട്ട് ചിരിച്ച് ചിരിച്ച് ചാവേണ്ടവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ വീഡിയോ കാണാൻ പറ്റും. എന്തായാലും ഈ ചങ്ങാതിയെ ആരാണ് എന്നുള്ളത് ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചു തരാം. ഗംഭീര രൂപം തന്നെയാണ്. അദ്ദേഹത്തിന്റെ രൂപഭാവങ്ങളെ നമ്മൾ വിമർശിക്കുന്നല്ല, പക്ഷെ ഇനി അദ്ദേഹത്തിന്റെ വിവരം കൂടിയാണ് നിങ്ങൾ കേൾക്കേണ്ടത്. ബുദ്ധിയും വിവരം കൂടി കേൾക്കുമ്പോൾ രൂപത്തിനൊത്ത വിവരം തന്നെയാണ് ഉള്ളത് എന്ന് കാണാൻ പറ്റും. കേട്ട് നോക്കാം നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ. നമ്മളെ പൗരത്വ ബില്ലിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ആധാർ കാർഡ് മാത്രം പോരാ എന്ന് പറഞ്ഞു. ആധാർ കാർഡ് ഹിന്ദുസിനെയും മുസ്ലിംസിനെയും വേർതിരിക്കാൻ വേണ്ടി അവരോരോ ചെറുതായിട്ട് ഓരോ ഇങ്ങനെ ഇട്ട് വരുന്നു. ഭാരത് എന്ന് വിചാരിച്ചിട്ട് അവർ ഇന്ത്യ മാറ്റിയത് വെറും പേരിന്റെ പേരിലല്ല. ഭാരത് എന്നുള്ളത് അവരൊരു ഹിന്ദു മതത്തിനെ മാത്രം ഉൾക്കൊണ്ടിപ്പിച്ചുകൊണ്ടാണ് അത് ചെയ്തത്. ഒക്കെ ഇതിന് തറക്കല്ലിട്ടുവെച്ചുകൊണ്ട് അവരങ്ങ് പോകും, ഒന്നും ചെയ്യില്ല. ഒക്കെ ചെയ്തു വരുന്നത് ഇടതുപക്ഷ സർക്കാരാണ്. മെട്രോ എല്ലാതും ഇടതുപക്ഷ സർക്കാരല്ല നിലവിൽ വരുന്നത്. ഉമ്മൻചാണ്ടി എല്ലാം തറക്കല്ലിട്ടിച്ച് പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തറക്കല്ലിട്ടിച്ച് പോകാൻ ആർക്കും പറ്റും. കൊറോണയെ അതിജീവിച്ചത്, പ്രളയത്തെ അതിജീവിച്ചത്, പിന്നെ നവകേരള സദസ്സ് കുറെ ആൾക്കാർ കുറ്റം പറയുന്നുണ്ട്. പക്ഷെ കുറെ കുടുംബത്തിന് അത് നല്ല രീതിയിൽ ഉപകാരപ്പെടുന്നുണ്ട്. അവരെല്ലാരും ഏറ്റെടുക്കും. 99 സീറ്റാണല്ലോ കിട്ടിയിട്ടുള്ളത്. എങ്ങനെ തലകുത്തി മറിഞ്ഞു കഴിഞ്ഞാലും ഈ UDF കിട്ടില്ല. UDF എന്താണ്, മീഡിയകളെ വെച്ചുകൊണ്ട് നല്ല രീതിയിൽ പുറത്തേക്ക് വെറും കുപ്രസിദ്ധമായ വാർത്തകൾ മാത്രം പുറത്തു വിടുകയാണ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അത് കാരണമാണ് ജനങ്ങളെല്ലാവരും ഇടതുപക്ഷ സർക്കാർ പോരാ എന്ന് പറയുന്നത്. BJP സർക്കാർ ഒരു മീഡിയ, ഒരു എതിർകക്ഷി പാർട്ടികള് ഒന്നും BJPക്കെതിരെ ഇതുവരെ തിരിഞ്ഞിട്ടില്ല, നല്ല രീതിയിൽ തിരിഞ്ഞിട്ടില്ല. ആകെ തിരിയുന്നത് ഇടതുപക്ഷ സർക്കാർ മാത്രം. ഈ ഒരു പ്രതിസന്ധിയില് പ്രതിപക്ഷം സർക്കാരിനെ തള്ളിയിടാൻ വേണ്ടി മാത്രമായിട്ട് ഇറക്കുന്ന കുറെ ഗൂഢാലോചനയും കുറെ കാര്യങ്ങളും ഇത് മാത്രം മീഡിയയിൽ വരുന്നുള്ളൂ. മീഡിയയില് ഇടതുപക്ഷ സർക്കാരിനെതിരെ ഇതുവരെ എല്ലാ നിലപാടും വരുന്നുള്ളൂ. ഇപ്പോ മലയാള മനോരമ, ബാക്കി ഏത് ചാനലായിക്കോട്ടെ, എല്ലാം ഇടതുപക്ഷ സർക്കാരിനെതിരെ മാത്രമേ ഉള്ളൂ. ഒരു മീഡിയകളും ദേശാഭിമാനിയിൽ ബാക്കിയുള്ള ചർച്ചകളും വരുന്നുണ്ട്. BJPക്കെതിരെ വരുന്നുണ്ട്, കോൺഗ്രസിനെതിരെ വരുന്നുണ്ട്. ഇപ്പോ ഇടതുപക്ഷ സർക്കാരിനെ വരുന്നുണ്ടെങ്കിലും നല്ലതും വരുന്നുണ്ട്, ബാക്കിയുള്ളതും വരുന്നുണ്ട്. പക്ഷെ ഈ ഇതില് ബാക്കിയുള്ള മീഡിയ വണ്, അതേപോലെ തന്നെ ഏത് മാതൃഭൂമി, എല്ലാ ചാനലുകളും ഇടതുപക്ഷ സർക്കാരിനെ തള്ളിയിടാൻ വേണ്ടി മാത്രമായിട്ട് ഇറങ്ങാണ്. എത്ര നല്ല കാര്യങ്ങൾ ഇടതുപക്ഷ സർക്കാർ ചെയ്തു, ഇതൊന്നും ഒരൊറ്റ ചാനൽ വന്നിട്ടുണ്ടോ? ഇത് പ്രളയ സമയം ഇപ്പോൾ വന്ന നവകേരള സദസ്സിൽ എത്ര കുട്ടികൾക്ക്, ഇപ്പൊ എന്റെ നാട്ടിൽ കാരത്തൂര് തന്നെ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് എത്ര ലക്ഷം, എത്ര കണക്ക് എക്സാക്ട് എനിക്കറിയില്ല, എത്ര ലക്ഷം ഇപ്പൊ കൊടുത്തിട്ടുണ്ട് നവകേരള സദസ്സിൽ. ഇപ്പൊ ഇനി നിങ്ങൾ ബസ് ചെലവാക്കിയെന്ന് പറഞ്ഞു, ബസ്സിന് ഇത്ര കോടി, ഇത് എത്ര കുട്ടികൾക്ക് ഇതാക്കി, എത്ര ലക്ഷം രൂപ അനുവദിച്ചു. ബസ് എന്തായാലും അവിടെ കോൺസെൻട്രേറ്റ് എടുക്കല്ലേ, കേരള സർക്കാരിനുള്ളല്ലേ, കേരള സർക്കാരിനുള്ള ബസ് അല്ലത്. അത് ഇനി ഉപയോഗപ്പെടുത്തിക്കൂടെ? ഉള്ള ബസ് ഇറക്കിയെന്ന് വിചാരിച്ചിട്ട് സംസ്ഥാന സർക്കാർ വേറെ ആർക്കും ഒരു ഉപകാരം ചെയ്യാതിരിക്കുന്നില്ല. സംസ്ഥാന സർക്കാരിനുള്ള ബസ്സാണ്, അല്ലാതെ ഇടതുപക്ഷ സർക്കാരിന് മാത്രമേ. ഇനിയിപ്പോ സർക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സർക്കാർ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ബസ് അവിടെ അല്ലേ, ഇടതുപക്ഷ സർക്കാരിന് ഇതില്ലല്ലേ. ഇനിയിപ്പോ അടുത്ത പ്രതിപക്ഷമാണ് വരുന്നുണ്ടെന്നുണ്ടെങ്കിലും അവർക്കാണ് ആ ബസ്. നിങ്ങൾക്ക് ബസ് ഉപകാരം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സ് ഡിവൈസ് എന്നുവെച്ചാൽ ഇലക്ട്രോണിക്സ് ഡിവൈസ്, മറ്റത് മെക്കാനിക്കൽ വർക്കല്ല. നമുക്ക് എന്തായാലും ഒഴിവാക്കിക്കൂടെ? മാണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ പ്രതിപക്ഷത്തിന് അടുത്ത പ്രതിപക്ഷമാണ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും പ്രതിപക്ഷം കേരള സർക്കാരിനെ കുറ്റം പറയുന്നത്. അടുത്ത പ്രാവശ്യവും പ്രതിപക്ഷം വന്നുകൂടായില്ല. പക്ഷെ എന്തായാലും ഇടതുപക്ഷ സർക്കാർ എന്തായാലും ജയിക്കും. അത് വേറെ സാമ്പത്തിക പ്രതിസന്ധി പറയാൻ കാരണം എന്താണ്, മറ്റേ കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് അനുവദിക്കുന്നില്ല പറഞ്ഞേ. അതിന് കേരളത്തിനെയാണ് കുറ്റം പറയുന്നത്. എന്തുകൊണ്ടാണ് പൗരത്വ ബില്ലിനെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ ആകെ
ഇടതുപക്ഷ മന്ത്രി മാത്രമാണ് സംസാരിച്ചത്. അതേപോലെ ഇടതുപക്ഷ സർക്കാർ മാത്രമാണ് BJP ഇടതുപക്ഷ പല കാരണങ്ങളുണ്ട്. കറക്റ്റ് കാരണങ്ങൾ എനിക്കറിയില്ല. കേരള സർക്കാർ എത്രയോ അധികം ഇപ്പൊ നമ്മളെ കൊറോണ വന്ന് പ്രതിസന്ധി വേറൊരാളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതാവൂല. അതേപോലെ പൗരത്വ ബില്ലിന് ഈ UDF എന്താ കാട്ടിയെ? കുഞ്ഞാലിക്കുട്ടി മന്ത്രിസഭയിൽ നിന്ന് ഇറങ്ങി വന്ന് മുസ്ലിംസിനെതിരെയുള്ളതാണ് അത്. പൗരത്വ ബില്ല് എന്താണ് നമ്മളെ ഇതിന്റെ എന്തിന്ന് പണ്ടാറോ പൗരത്വ ബില്ല് നമ്മളെ അംഗത്വം ഒഴിവാക്കുന്നത്. അതെ, ആധാർ കാർഡ് എന്ന് പറഞ്ഞ ആധാർ കാർഡ് ഹിന്ദുസിനെയും മുസ്ലിംസിനെയും വേർതിരിക്കാൻ വേണ്ടി അവരോരോ ചെറുതായിട്ട് ഓരോ ഇങ്ങനെ ഇട്ട് വരുന്നു. ഇപ്പൊ ഭാരതിനെതിരെ എത്ര ആൾക്കാർ പ്രതിഷേധിച്ച്, ഭാരത് എന്ന് വന്നതിന് എത്ര ആൾക്കാർ എത്ര മാധ്യമങ്ങൾ പ്രതിഷേധിച്ച്, എത്ര കോൺഗ്രസ് എത്ര ഇവരാണ് പ്രതിഷേധിച്ച്. ഒരു തുച്ഛം പേര് അതിനുള്ള പറഞ്ഞത് എല്ലാ കാര്യത്തിനും ഇടതുപക്ഷമാണ് ഇപ്പോ മുന്നോട്ട് നിന്നത്. പക്ഷെ അതൊക്കെ അത് ഈ ഭാരത് എന്ന് വരുന്നത് പേരിന്റെ പത്തിൽ മാത്രമാണ് വരുന്നത്. പേരെന്ന് ഭാരത് എന്ന് വിചാരിച്ചിട്ട് അവർ ഇന്ത്യ മാറ്റിയത് വെറും പേരിന്റെ പേരിലല്ല. ഭാരത് എന്നുള്ളത് അവരൊരു ഹിന്ദു മതത്തിനെ മാത്രം ഉൾക്കൊണ്ടിപ്പിച്ചുകൊണ്ടാണ് അത് ചെയ്തത്. ഇന്ത്യ എന്നുള്ളത് നമ്മൾ ഓൾറെഡി എടുത്തിട്ട പേരാണ്. പക്ഷെ ഭാരതം ഓക്കെ, ഭാരത അത് പറയണം, ഭാരതമാത അങ്ങനെ പറയുന്നത് ഓക്കെ. പക്ഷെ ഈ ഇന്ത്യനെ ഇടപെടുന്നത് ഞാൻ ഒന്ന് പറഞ്ഞുതരാ, എന്റെ കയ്യിൽ നിന്ന് വന്നില്ലല്ല പോയി. ഉമ്മൻചാണ്ടി എല്ലാതും തറക്കല്ലിട്ടച്ച് പോവും, എന്നിട്ട് ഈ ഉമ്മൻചാണ്ടിന്റെ പേരിൽ മാറ്റിയെടുക്കും. പക്ഷെ കേരളത്തെ ഏറ്റവും കൂടുതൽ നവീകരിച്ച കേരളം പിണറായി വിജയനാണ്. വിഴിഞ്ഞം പദ്ധതി ഞാൻ പറഞ്ഞ് തറക്കല്ലിട്ടിപ്പോ ഒക്കെ ഇതിന് തറക്കല്ലിട്ടച്ചുകൊണ്ട് അവരങ്ങ് പോവും, ഒന്നും ചെയ്യില്ല. ഒക്കെ ചെയ്തു വരുന്നത് ഇടതുപക്ഷ സർക്കാരാണ്. മെട്രോ എല്ലാതും ഇടതുപക്ഷ സർക്കാരല്ല നിലവിൽ വരുന്നത്. ഉമ്മൻചാണ്ടി എല്ലാതും തറക്കല്ലിട്ടിച്ച് പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തറക്കല്ലിട്ടിച്ച് പോകാൻ ആർക്കും പറ്റും. ഒരു തറക്കല്ലിട്ടച്ചുകൊണ്ട് ഇവരെന്ത് ചെയ്യും? 10 കൊല്ലം കഴിഞ്ഞിട്ടാവും അത് ശരിയാക്കുക. ഇതൊരു 7 കൊല്ലത്തിനുള്ളിൽ വാട്ടർ മെട്രോ, വിഴിഞ്ഞം പദ്ധതി, മറ്റേ റോഡുകള്. ഇപ്പൊ ഞാനിപ്പോ ഉള്ളതിൽ ഇപ്പൊ തൃശ്ശൂർ റോഡ് മാത്രമേ എനിക്ക് ഇപ്പൊ പറയത്തൊക്കെ കുറച്ച് നന്നാവായി ഇരിക്കണുള്ളൂ. ബാക്കി എല്ലാ റോഡുകളും ഇപ്പൊ പിണറായിലൊക്കെ ഒന്ന് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. മറ്റേ ഇപ്പൊ പുതുപ്പള്ളി ഇലക്ഷൻ വന്ന ടൈമില് പുതുപ്പള്ളി മണ്ഡലത്തിന്റെ അവസ്ഥ എന്താണെന്നറിയാം. അവര് ജയിച്ചു, അത് ഉമ്മൻചാണ്ടിയുടെ മണ്ഡലമാണ്, അതൊക്കെ. പക്ഷെ എന്നാലും അവിടുത്തെ അവസ്ഥ അറിയാം. ഒരു മറ്റേ മുഖ്യമന്ത്രി ഉള്ള ഇതിന്റെ പുതുപ്പള്ളിയുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയാം. അത്രയും ശോകാവസ്ഥ, വില്ലേജിന്റെ അവസ്ഥ. ഇവര് ഉമ്മൻചാണ്ടി പഠിച്ച സ്കൂള് നവീകരിച്ചത് ഇടതുപക്ഷ സർക്കാരിന്റെ ഫണ്ടിലൂടെയാണ്. പോരെ, ഇത് മാത്രം പോരെ? നോക്കൂ, ഞാൻ കൂടുതൽ ഇവന്റെ ഈ ശബ്ദം നിങ്ങളെ കേൾപ്പിക്കുന്നില്ല, കാരണം എനിക്ക് ചിരിച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇതിന്റെ പൂർണ്ണ വീഡിയോ കാണാത്തവരുണ്ടായിരിക്കും, ഒരുപാട് ആളുകൾ കാണാത്തവരുണ്ടായിരിക്കും. അത് കാണേണ്ടത് തന്നെയാണ്. കാരണം ഇദ്ദേഹത്തിന്റെ ആ മുഖഭാവവും അദ്ദേഹത്തിന്റെ ശരീരഭാഷയും ഒക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് എത്രത്തോളം ടെൻഷനുള്ള ഒരു മനുഷ്യരാണെങ്കിലും ആ മനുഷ്യന്റെ ടെൻഷൻ പമ്പ കടക്കുന്നത് അറിയില്ല. അതാണ് ഇമാതിരി ഊളക്കമ്മികളെ കൊണ്ട് ഈ കേരളത്തിലുള്ള ഏക നേട്ടം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും അതിന്റെ പൂർണ്ണ വീഡിയോ കാണാൻ ഞാൻ വീണ്ടും പറയുന്നു, ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ തന്നെ ആദ്യ കമന്റ് ആയിട്ട് ഒരു ലിങ്ക് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, എന്റെ ഫേസ്ബുക്കിൽ ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിന്റെ ലിങ്കാണ്. അപ്പോൾ അവിടെ പോയിട്ട് കാണാം. കാരണം ഇത് നമുക്കിവിടെ കാണിക്കാൻ പറ്റില്ല, കോപ്പിറൈറ്റ് പ്രശ്നമുള്ളത് കൊണ്ട് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഓഡിയോ ഇട്ടത്. ഇത് കാണിക്കാതെ ഇരിക്കാനും പറ്റില്ല, നിങ്ങളെ കേൾപ്പിക്കാതെയെങ്കിലും ഇരിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് ബുദ്ധി ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഈ അന്തംഗം സഖാവ്. അതുകൊണ്ട് കൃത്യമായിട്ടും ആ വീഡിയോ കാണേണ്ടവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് കാണാം. നിങ്ങളിപ്പോ എന്തെങ്കിലും രോഗാതുരമായിട്ടുള്ള അവസ്ഥ, അതല്ലെങ്കിൽ ആരുടെയെങ്കിലും ആയുസ് ഏതെങ്കിലും പണിക്കന്മാരോ അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രവചിക്കുന്ന ആളുകളൊക്കെ പ്രവചിച്ചു എന്ന് കരുതുക. നിങ്ങൾ അടുത്ത 2 വർഷം കൊണ്ട് മരിച്ചു പോകുന്ന ആളാണെന്ന് കരുതുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ അടുത്ത ഒരു 20 വർഷത്തേക്ക് നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല. അത്രയ്ക്ക് ചിരിക്കാൻ പറ്റും. ചിരി ആരോഗ്യത്തിന് ഗുണകരമാണ്, ആയുസ് നീട്ടുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് എല്ലാവരും പോയി ചിരിക്കുക, അത്ര മാത്രമേ പറയാനുള്ളൂ. ആദ്യം ലിങ്കായിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.